തീർച്ചയായും 83-ാം വയസ്സിലാണ് മാധവ് ഗാഡ്ഗിൽ, വിഖ്യാത പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിട്ടുള്ള മാധവ് ഗാഡ്ഗിൽ വിട പറയുന്നത്. അദ്ദേഹം പുനെയിലെ വസതിയിലാണ് ഉണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ച വിവരം അറിയിച്ചത്. അദ്ദേഹം ചില വാർദ്ധക്യ സംഗതമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ചില അസുഖങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ മകൻ അറിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മൃതദേഹം ഇപ്പോൾ പുനെയിലെ വസതിയിൽ തന്നെയാണ് ഉള്ളത്. ഏതായാലും മാധവ് ഗാഡ്ഗിലിനെ സംബന്ധിച്ച് നമുക്ക് പറയുമ്പോൾ പെട്ടെന്ന് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടാണ്. പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട്, അദ്ദേഹം പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ, അതിനെ സംരക്ഷിക്കാനായിട്ട് സ്വീകരിക്കേണ്ട നടപടികളടക്കം ചൂണ്ടിക്കാട്ടിയുള്ളൊരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനടക്കം സമർപ്പിച്ചിരുന്നു. അതുതന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് മാധവ് ഗാഡ്ഗിലിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മ. പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ മാധവ് ഗാഡ്ഗിൽ എന്ന പേരാണ് ഓർമ്മയിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. അദ്ദേഹം ഈ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്നതിനപ്പുറത്തേക്ക് വിവിധ തലങ്ങളിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. അദ്ദേഹം നമ്മൾ പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തെ നിരവധി കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയനായി, പ്രത്യേകിച്ച് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് മാധവ് ഗാഡ്ഗിലിൻ്റെ ഒരു സംഭാവന എന്ന് പറയുന്നത്. അദ്ദേഹം മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ജനിച്ചത്. പിന്നീട് കേംബ്രിഡ്ജിൽ ആണ് പഠിച്ചത്. അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് ഹാർവാർഡ് മ്യൂസിയം കമ്പാരിറ്റീവ് സുവോളജിയിൽ ജോലി ചെയ്തു. അതിനുശേഷമാണ് 1971 അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നു. അവിടെ മഹാരാഷ്ട്ര അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ ഓഫ് സയൻസിൻ്റെ ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ചു. അവിടെ 2 വർഷത്തിന് ശേഷം 1973 അദ്ദേഹം ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ചേർന്നു. 30 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന അവിടെ ആണ് അദ്ദേഹം. പിന്നീട് 2004 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അതിൻ്റെ ചെയർമാനായാണ് അദ്ദേഹം വിരമിക്കുന്നത്. പിന്നീട് 2 ഗവേഷണ സ്ഥാപനങ്ങൾ ISSൽ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. സെന്റർ ഫോർ തിയററ്റിക്കൽ സ്റ്റഡീസ് ആൻഡ് സെന്റർ ഫോർ ഇക്കോളജിക്കൽ സ്റ്റഡീസ് എന്നീ 2 ചെയറുകൾ അല്ലെങ്കിൽ ഗവേഷണ കേന്ദ്രങ്ങൾ അദ്ദേഹം ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഭാഗമായി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗാഡ്ഗിൽ പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള അത് തന്നെയാണ്. 2010 അദ്ദേഹം ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് അതിൻ്റെ ചെയർമാനായി നിയോഗിക്കുന്നതിന് ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ ഒരു വിദഗ്ധ പാനൽ രൂപീകരിക്കുന്നതും അതിൻ്റെ ചെയർമാനായി ഗാഡ്ഗിലിനെ തിരഞ്ഞെടുക്കുന്നതും. പിന്നീട് അദ്ദേഹം ഈ ഗാഡ്ഗിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദമായ വിവരങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുകയും എന്തൊക്കെ നടപടികളാണ് പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആവശ്യമുള്ളത് അതുമായുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പിന്നീട് അത് ചില പ്രതിഷേധങ്ങളെയൊക്കെ തുടർന്നത് നടക്കാതെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതും നമ്മൾ കണ്ട കാര്യമാണ്. എന്തായാലും അദ്ദേഹം പുനെയിലെ വസതിയിലായിരുന്നു. ചില വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് അദ്ദേഹം ചികിത്സയിലിരിക്കുകയാണ്. ഇപ്പോൾ പുനെയിലെ വസതിയിൽ വെച്ച് അദ്ദേഹം പുലർച്ചെ അന്തരിച്ചിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകളും ഇന്ന് തന്നെ നടക്കും. ആന്റണി, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എപ്പോഴായിരിക്കും ഈ ഒരു കൃത്യമായ വൈകിട്ട് ആയിരിക്കുമോ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? നിലവിൽ അത്തരം വിവരങ്ങളൊന്നും വന്നിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പിന്നീടായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ കഴിയുക. ഏതായാലും അദ്ദേഹത്തിൻ്റെ അന്ത്യം അദ്ദേഹത്തിൻ്റെ മകൻ സിദ്ധാർത്ഥ് ഗാഡ്ഗിലാണ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ പുറത്ത് വിട്ടത്. അദ്ദേഹം മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചതായി എന്നുള്ള കാര്യം, അദ്ദേഹത്തിന് ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ആ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിൽ തുടരുകയായിരുന്നു എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും മറ്റ് കാര്യങ്ങളിൽ അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അത്തരം കാര്യങ്ങളിൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ശരി, പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലാണ് വിട പറഞ്ഞിരിക്കുന്നത്. 83-ാം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. പുനെയിലെ ആശുപത്രിയിലാണ് അന്ത്യം സംഭവിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത്. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി പോരാടിയ ഗാഡ്ഗിലിനെ രാജ്യം പത്മഭൂഷൺ അടക്കം നൽകി ആദരിച്ചിട്ടുണ്ട്.
പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്ര സംഘടന നൽകുന്ന പരമോന്നത ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിന് ലഭിച്ചിട്ടുണ്ട്. 83-ാം വയസ്സിലാണ് അദ്ദേഹം വിട പറയുന്നത്. പുനെയിലെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 1942 പൂനെയിലാണ് അദ്ദേഹം ജനിച്ചത്. അതിനുശേഷം ഈ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്ന നിലയിലേക്കടക്കം അദ്ദേഹം വളരെയധികം വേഗത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർച്ച എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിനായി അടക്കം അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധേയമായതായിരുന്നു. ഈ ഒരു പരിസ്ഥിതി മേഖലയുടെ പ്രവർത്തനങ്ങൾക്കാണ് UN നൽകുന്ന പരമോന്നത ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം അടക്കം അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി പോരാടിയ ഗാഡ്ഗിലിനെ രാജ്യം പത്മഭൂഷൺ അടക്കം നൽകി ആദരിച്ചിട്ടുണ്ട്. 83-ാം വയസ്സിലാണ് അദ്ദേഹം വിട പറയുന്നത്. പുനെയിലെ ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.